അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇതപ്പം നിൽക്കുന്നത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ടാ. ഇന്ന് ഇങ്ങോട്ട് വന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കോഴിക്കോടും KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് സിറ്റി റൈഡിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഓടിത്തുടങ്ങാണ്. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു അത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിനുശേഷം KSEBയുടെ ഒക്കെ അനുമതിക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ കാത്തു നിൽക്കായിരുന്നു. അപ്പൊ അതൊക്കെ കിട്ടിയിട്ട് ഇന്ന് മുതൽ ആ ഒരു ബസ് ഓടിത്തുടങ്ങണം. അതിന്റെ ആദ്യത്തെ യാത്രയാണെന്ന്. അപ്പൊ അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കോഴിക്കോടേക്ക് വന്നത്. എനിക്ക് പിറകെ കിടക്കുന്നത് നമ്മുടെ കർണാടകയുടെ അമ്പാരി ഉത്സവം എന്ന് പറയുന്ന ബസ്സാണ്. ഇതല്ല നമ്മുടെ ബസ്. നമ്മുടെ ബസ് ഇതാ ഇവിടെ എന്റെ തൊട്ട് വലതുഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബസ്സിലെ യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വൈകുന്നേരം 4:30ക്കാണ് ആദ്യത്തെ യാത്ര പോകുന്നത്. അപ്പം സമയം 4 മണി കഴിഞ്ഞു, 4 കാലാവാൻ പോവാണ്. ഇന്ന് ഈ ബസ്സിൽ നമ്മള് കോഴിക്കോട് സിറ്റി മുഴുവൻ ഏതൊക്കെയാ റൂട്ട്, എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങള്, എങ്ങനെയാണ് ഈ ഒരു ബസ്സിന്റെ സെറ്റപ്പ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ നമ്മള് മൂന്നാർ പോയ സമയത്ത് അവിടെ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മുകളിൽ ഓപ്പൺ ആയിരുന്നില്ല. പക്ഷെ ഈ ബസ് മുകളിൽ ഓപ്പൺ ആണ്. തിരുവനന്തപുരത്താണ് നിലവിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ബസ് ഓടുന്നത്. നല്ല ഭംഗിയിൽ അടിപൊളിയാക്കി വെച്ച ബസ്സാണ്. ബസ്സിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴിക്കോട് ബീച്ച് കാണാൻ പറ്റും. മാനാഞ്ചിറയുടെ കവാടം, നമ്മുടെ കളരിപ്പയറ്റ്, മാനാഞ്ചിറയുടെ അകത്തുള്ള സ്റ്റാച്യു, അതുപോലെ നമ്മുടെ നടപ്പാത, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതവിടെ കണ്ടക്ടർ ഓരോരുത്തരുടെയും ടിക്കറ്റ് പരിശോധിച്ചിട്ട് അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അത് നമുക്ക് താഴെ ഒന്ന് കാണാം. ഇങ്ങനെയാണ് താഴെ വരുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയും മുകളിലോട്ട് കയറാൻ പറ്റും. ഇവിടെയാണ് ഡ്രൈവറുടെ സീറ്റ് വരുന്നത്. ഇതിൽ CCTV കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലാം സിസ്റ്റവും ഓട്ടോമാറ്റിക് ഡോറും ഇതൊക്കെയാണ് വരുന്നത്. അപ്പം താഴെ ഇത്രയും സീറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ മുകളിലേക്ക് ബാക്കിലൂടെയും കയറാൻ പറ്റും, അതുപോലെ തന്നെ ഫ്രണ്ട് വഴിയും കയറാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് വഴി ഒന്ന് മുകളിലോട്ട് കയറി നോക്കാം. മുകളില് ഫ്രണ്ടിൽ തന്നെ ഇവിടെ 2 സീറ്റിംഗ് വരുന്നുണ്ട്. അവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും സീറ്റുകളാണ് ഫ്രണ്ടിലുള്ളത്. അപ്പൊ നമ്മളെ ഇവിടെ ബസ്സിന്റെ മുകളിലാണുള്ളത്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്, ഫസ്റ്റ് യാത്ര ആയതുകൊണ്ടൊക്കെ മുകളിൽ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഓൾമോസ്റ്റ് അല്ല, എല്ലാ സീറ്റും ഫുള്ളാണ്. ഇപ്പം കുറെ പേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി കുറെ പേര് വരാനുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കളറും ഒക്കെ സെറ്റപ്പ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. മുകളിൽ ഓപ്പൺ ആണ്. ഞാൻ വിചാരിച്ചു വൈകുന്നേരം 4:30 ആയതുകൊണ്ട് ആദ്യം വിചാരിച്ചിരുന്നു 6 മണീന്റെ ഒരു ഇത് എടുത്താലോന്ന്, സ്ലോട്ട് എടുത്താലോന്ന്. പിന്നെ 4:30 എടുത്തു. പക്ഷെ വെയിലൊന്നുമില്ല. അധികം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമായിരിക്കും. ഈ ചൂട്, നമ്മള് മാർച്ച് ലാസ്റ്റ് ആണല്ലോ, ചൂട് സമയത്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്, ഈ ഒരു ബസ് സ്റ്റാൻഡ് പ്രത്യേകത ഉണ്ട്. ലോകത്ത് എവിടെയും ഇതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അത്രയും മോശമായ ഒരു കൺസ്ട്രക്ഷൻ ആണിത്. ഇതിന്റെ എഞ്ചിനീയർ ആരാന്ന് അറിയാനൊരു കൗതുകം. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് താഴെ ഒരുപാട് വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് KSRTCയുടെ പെട്രോൾ പമ്പാണ്. KSRTC വാഹനങ്ങൾ മാത്രം പെട്രോൾ അടിക്കുന്ന ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണിത്. നമ്മുടെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് ഇത്രയും നിലകൾ കണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഫ്രണ്ടിലെ സീറ്റിലൊക്കെ കുറേ കുട്ടികളാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവർ ഈ ഒരു ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം എല്ലാവരും എത്താനും ഒന്ന് സെറ്റ് ആവാനുണ്ടായിരുന്നു. ഈ ഒരു ബസ്സിൻ്റെ സമയക്രമം വരുന്നത് വൈകുന്നേരം 3 മണി മുതൽ 4:20 വരെയുള്ള ആദ്യത്തെ ട്രിപ്പും, പിന്നെ 4:30 മുതൽ 5:50 വരെയുള്ള രണ്ടാമത്തെ ട്രിപ്പും, പിന്നെ 6 മണി മുതൽ 7:20 വരെയുള്ള മൂന്നാമത്തെ ട്രിപ്പും, പിന്നെ 7:30 മുതൽ 8:50 വരെയുള്ള നാലാമത്തെ ട്രിപ്പും, പിന്നെ ലാസ്റ്റ് 9 മണി മുതൽ 10:20 വരെയുള്ള 5-ാമത്തെ ട്രിപ്പും. ഇതാണ് നമ്മുടെ ഈ ബസ്സിൻ്റെ ഡ്രൈവർ. പുള്ളീനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുള്ളീനെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പുള്ളീനെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ KSRTC swift.com എന്നുള്ള സൈറ്റ് കയറിയാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ബസ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അത് കൂടാതെ നിങ്ങൾ KSRTC സ്റ്റാൻഡിൽ ഈ ബസ് പുറപ്പെടുന്നതിൻ്റെ മുന്നേ എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കണ്ടക്ടർ മുഖാന്തരം നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ അത്
കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് മുഴുവൻ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് പോകാനാണ് സാധ്യത. അപ്പോൾ 2 ദിവസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റ് മുകളിൽ തന്നെ സീറ്റൊക്കെ കിട്ടുള്ളൂ. കാരണം കുറച്ച് സീറ്റാണല്ലോ മുകളിലുള്ളൂ. അപ്പോൾ അക്കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണേ. നമ്മളിതാ ഇപ്പോൾ പോകുന്നത് സരോവരം റോഡാണ്. ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സരോവരം പാർക്കൊക്കെ വരുന്നത്. ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് സരോവരം റോഡ് വഴി പിന്നെ പോകുന്നത് മാനാഞ്ചിറയിലോട്ടാണ്. മാനാഞ്ചിറ ചുറ്റി പാളയം വഴി കോതി ബീച്ചിലോട്ട് കയറും. അവിടുന്ന് കുറ്റിച്ചിറ, കണ്ണമ്പറമ്പ് ബീച്ച്, സൗത്ത് ബീച്ച്, സെൻട്രൽ ബീച്ച്, പിന്നെ നമ്മുടെ ആകാശവാണി, അവിടുന്ന് വെല്ലിയങ്ങാടി, അവിടുന്ന് നേരെ ഗാന്ധി പാർക്ക്, പിന്നെ അവിടുന്ന് വീണ്ടും വരക്കൽ ബീച്ചിലോട്ട് പോയിട്ട് ബട്ട് റോഡ് ബീച്ച്, അവിടുന്ന് നേരെ ഇംഗ്ലീഷ് പള്ളിയുടെ അങ്ങോട്ട് വന്ന് മാനാഞ്ചിറ വഴി KSRTC സ്റ്റാൻഡിലോട്ട്. ഇങ്ങനെയാണ് ഈ ഒരു ബസ്സിൻ്റെ നിലവിലെ റൂട്ട് എന്ന് പറയുന്നത്. ബസ്സിൽ പാട്ടുണ്ട്, അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 കാര്യങ്ങൾക്കാണ് അനൗൺസ്മെൻറ്റ് വരിക. ഒന്ന്, നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിയെന്ന് അവർ നമ്മളെ അറിയിക്കും. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും. രണ്ടാമത്തത്, ഇപ്പോഴും നിലവിൽ പോകുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തും വയറുകൾ താഴ്ന്നു കിടക്കുന്നുണ്ട്, അതുപോലെ മരച്ചില്ലകൾ വരും. ഇതൊക്കെ അവർ അനൗൺസ്മെൻറ്റിലൂടെ നമ്മളോട് പറയും, മുന്നിൽ മരച്ചില്ലുണ്ട് അല്ലെങ്കിൽ വയറ് വരുന്നുണ്ട് എന്ന്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും ഒന്നും മുകളിൽ ഇരിക്കുകയായിരിക്കില്ലല്ലോ, നിൽക്കുകയും നടക്കുകയും കാഴ്ചകൾ കാണുകയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ വയറുകളൊക്കെ താഴ്ന്നു വരുമ്പോൾ ശ്രദ്ധിക്കില്ല. അത് അവർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ പറയുകയാണ്. കാരണം കുറേ സ്ഥലത്തൊക്കെ വയറുകൾ തട്ടാൻ വേണ്ടി പോയിരുന്നു, അതുപോലെ മരച്ചില്ലകളൊക്കെ താഴ്ന്നു കിടക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ അവിടുന്ന് ചുറ്റി നേരെ ഇപ്പം നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഭാഗത്തോട്ട് എത്തി. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മാനാഞ്ചിറ വഴി പാളയം ഭാഗത്തോട്ട് പോകും. എന്നിട്ട് പാളയത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത്. ഇപ്പം നമ്മളവിടെ ക്രിസ്ത്യൻ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാവൂർ റോഡ് ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുകളിൽ നിന്നുള്ള കാഴ്ചയും അതിൻ്റെ കൂടെ പാട്ടും എല്ലാം നല്ലൊരു മൂഡാണ്. നമുക്ക് നല്ല രസമാണ്. വെയിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല വെയിലൊന്നും ഇല്ല. ഇപ്പം വെയിലൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ഒരു നല്ല അനുഭവമായിരിക്കും. ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോവാം. ഇവിടെ നമ്മളെ പിള്ളേർ സെറ്റൊക്കെ ഇല്ലേ, നല്ല എൻജോയ്മെന്റ് മൂഡിലാണ്. പോകുന്നവരോടൊക്കെ ടാറ്റ പറയുക, അവരെ വിളിക്കുക, നല്ല രസമാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ നോക്കും, അതൊരു രസമാണ്. പിന്നെ മുകളിൽ നിന്നുള്ള കാഴ്ച, അതായത് കോഴിക്കോട് സിറ്റിയും കോഴിക്കോടിൻ്റെ ഭാഗമുള്ള ബീച്ചും അതൊക്കെ നമുക്ക് മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു നല്ല ഹൈറ്റിൽ ഇരുന്നിട്ട് കാണാൻ പറ്റാൻ അതൊരു രസമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് മാനാഞ്ചിറയുടെ ഭാഗത്തോട്ട് എത്തി. കോഴിക്കോടുകാരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ ആണ്. അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് മാനാഞ്ചിറ കാണാൻ പറ്റും. മാനാഞ്ചിറ, അതിനോട് ചേർന്നുള്ള പാർക്കും ആ ഒരു ഗ്രൗണ്ടൊക്കെയാണ് ഈ കാണുന്നത്. കോഴിക്കോടിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മാനാഞ്ചിറ. ഈ കവാടാണ് നമ്മുടെ ബസ്സിൽ നേരത്തെ നമ്മൾ കണ്ടത്. അപ്പോൾ കവാടം, കാരണം കോഴിക്കോട് എന്ന് പറയുമ്പം കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കോണായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മാനാഞ്ചിറ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ DU ഓഫീസ് വരുന്നത്. സ്ഥിരം വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ചും ലാത്തിചാർജും പിക്കറ്റിങ്ങും അതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇവിടെ കുറേ ബാരിക്കേഡുകളൊക്കെ എപ്പോഴും സൂക്ഷിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാനാഞ്ചിറ മൈതാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ന്യൂ ഇയറിനൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ഫുൾ കളർഫുള്ളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്ത് പരിപാടി നടന്നാലും അത് കോഴിക്കോടിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് ഈ മാനാഞ്ചിറയാണ്. അപ്പോൾ അത് കുറേ അടിപൊളിയായിട്ടുണ്ട്. പണ്ടൊരു ഗ്രൗണ്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. വലിയ വേസ്റ്റും ഇതൊന്നും ഇല്ലാണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഇത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് കോഴിക്കോടിൻ്റെ മറ്റൊരു ഐക്കണായിട്ടുള്ള പട്ടാള പള്ളി എന്നറിയപ്പെടുന്ന പട്ടാള ജുമാത്ത് പള്ളി. ഇത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐക്കൺ കൂടിയാണ്. നമ്മുടെ മുട്ടായി തെരുവിൻ്റെയും പാളയം മാർക്കറ്റിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രധാനപ്പെട്ട പട്ടാള പള്ളി വരുന്നത്. അതുപോലെ ഇതാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനം എന്ന് പറയുന്നത്. പകൽ സമയങ്ങളിലൊക്കെ കൂടുതലും ഈ തുണികളൊക്കെ അലക്കുന്നവർ ആ തുണികൾ ഉണക്കാനിടുന്ന സ്ഥലമാണ്. അതുപോലെ കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത് പലതും നടക്കുന്ന ഒരു മൈതാനം കൂടിയാണ് മുതലക്കുളം മൈതാനം എന്ന് പറയുന്നത്. ഇതാണ് കോഴിക്കോട് പാളയം റോഡിലുള്ള മലബാർ പാലസ് എന്ന് പറയുന്ന ഹോട്ടൽ. ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. 1991 നിർമ്മിച്ച ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്.
ഇതാണ് നമ്മുടെ കോട്ടപ്പറമ്പ് ആസ്പത്രി. കോട്ടപ്പറമ്പ് ആസ്പത്രി എന്നാണ് നമ്മൾ വിളിക്കുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റലാണ്. കോഴിക്കോട് കൂടുതലും ഈ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ. കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട്. ഇതും നമ്മുടെ പാളയം റോഡിലാണ്. ഇത് കഴിഞ്ഞാൽ പാളയാണ്. ഇതിന്റെ പുറകിലായിട്ടാണ് നമ്മളെ മുട്ടായി തെരുവ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. നമ്മളിത് അവിടുന്ന് നേരെ ഇനിയിപ്പോൾ പോകുന്നത് ബീച്ചിലോട്ടാണ്. താഴെക്കൂടെ നമ്മൾ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. നമ്മളങ്ങനെ കോഴിക്കോട് ബീച്ചിന്റെ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ചുകൂടി ദൂരം പോയി കോതി ബീച്ച് വരെ പോയിട്ട് അവിടെ നിന്നാണ് തിരിച്ചു വരിക. എന്നിട്ട് ഈ ബീച്ച് റോഡ് നമ്മൾ നേരെ അങ്ങേ അറ്റം വരെ പോകും. കോഴിക്കോട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ ബീച്ച് തന്നെയാണ്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ഈ ബീച്ചിലാണ്. എല്ലാ ദിവസവും, വീക്കെൻഡ് എന്നൊന്നുമില്ല, എല്ലാ ദിവസവും നിങ്ങൾ വന്നാലും നല്ല തിരക്കാണ് കോഴിക്കോട് ബീച്ചിൽ. ഈ ഭാഗങ്ങളിലോട്ടല്ല ഞാൻ പറയുന്നത്. കോഴിക്കോട് ബീച്ച് നമ്മൾ കുറച്ചുകൂടെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണാം. അവിടെ അതാ ദൂരെയായിട്ട് കുറേ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. അവർ കൈയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒക്കെ ഫുട്ബോൾ കളിക്കുന്നവരാ. കുറേ സ്ഥലങ്ങൾ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് കളിക്കുന്നവരെ കാണാൻ പറ്റും. അവരൊക്കെ നമ്മളെ ടാറ്റ കാണിക്കുന്നുണ്ട്. നല്ല രസമാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം ഗ്രൗണ്ടൊക്കെ കുറഞ്ഞു വരികയാണ്, ആളുകൾ കളിക്കുന്നത് കുറഞ്ഞു വരികയാണ്. സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ പിള്ളേർ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഹലോ 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 എല്ലാവരും ഇടത്തെ സൈഡിലേക്ക് നോക്കുക. ബസിന്റെ ഇടത്തെ സൈഡിൽ നിങ്ങളെ കാണുന്നത് ഒരു ശ്മശാനാണ്. കോഴിക്കോട് തന്നെ ഏറ്റവും വലിയ ശ്മശാനങ്ങളിൽ ഒന്നാണത്. ഇവിടെ അടുത്തായിട്ടുള്ള ഒരു പള്ളിയുടെ ഭാഗമായിട്ടുള്ള ശ്മശാനാണ്. ഈ കടലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര തവണ കണ്ടാലും പിന്നെ വീണ്ടും വരുന്ന സമയത്ത് ഒരു പുതുമയാണ്. അതുകൊണ്ട് ബീച്ചിൽ വരാൻ ഒരിക്കലും നമുക്ക് മടുപ്പ് തോന്നൂല. വളരെ റിലാക്സ് ആയിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ, ഇനി അല്ലെങ്കിൽ ഒറ്റയ്ക്കും വന്നിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ആ കാണുന്ന ഒരു പള്ളിയുടെ ശ്മശാനാണിത്. ആ പള്ളിയുടെ പേര് എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സൂര്യൻ അങ്ങനെ അവിടെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. നമ്മൾ അതും കണ്ടിങ്ങനെ പോകുന്നു. ഇവിടെ കോഴിക്കോട് ബീച്ചിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ടുകളാണ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഫുഡ് സ്പോട്ടുകളാണ്, ചെറുതും വലുതുമായിട്ട്. ബീച്ചിൻ്റെ ഒരു അറ്റം മുതൽ നടന്നു തുടങ്ങിയാൽ ഇങ്ങേ അറ്റം വരെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. ഇതിൽ ഒരു 70% ഞാൻ പോലും വന്ന് ഫുഡൊന്നും കഴിച്ചിട്ടേ ഇല്ല. അത്രയും ഫുഡ് സ്പോട്ട് ഉണ്ട്. നമ്മൾ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട പേരുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചു പോകാതെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. അതിപ്പോൾ എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് നടന്നു നോക്കിയാൽ മനസ്സിലാവും. ഫേമസ് ആയിട്ടുള്ളവയുണ്ട്, അല്ലാത്തവയുണ്ട്. ചിലത് നമ്മൾ അറിയാത്ത നല്ല ടേസ്റ്റുള്ള, എന്നാൽ നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുടെ ഒരു പറുദീസയാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ. ആ ഒരു ഫുഡിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഈ ഒരു ബീച്ച് റോഡിലാണ് കിടക്കുന്നത്. നമ്മളിത്ര ഉയരത്തിൽ നിന്നിട്ട് താഴെക്കൂടെ വണ്ടികൾ പോകുന്നത് കാണാനേ വേറെ തന്നെ ഒരു രസമാണ്. എല്ലാവരും നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇത്രയും ഉയരത്തിൽ താഴെ വണ്ടികൾ പോകുന്നു. ഈ ഹൈറ്റിൽ ഉള്ളൊരു കാഴ്ച എന്ന് വെച്ചാൽ വേറെ തന്നെ ഒരു രസമാണ് ഇതൊക്കെ. നമ്മുടെ മധുരൈ സ്പെഷ്യൽ ജിഗർദന്ത കണ്ടോ, അത് ഇവിടെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. കോഴിക്കോട് ഇപ്പോൾ വന്നിട്ടുണ്ട് അത്. പിന്നെ ഇഷ്ടംപോലെ മന്തി കിട്ടുന്ന സ്ഥലങ്ങൾ, പിന്നെ കുറേ ചിക്കൻ ഐറ്റംസ്, ബീഫ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ കോഴിക്കോട് ബീച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഒരു കാലത്ത് കോഴിക്കോടിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട പല ഓഫീസുകളോ എന്തൊക്കെയോ പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടങ്ങളാണ്. കോഴിക്കോട് ഇപ്പോൾ ഇതൊക്കെ കാണാൻ കുറവാണ്. നമ്മുടെ ബീച്ചിൻ്റെ ഈ അറ്റത്തോട്ട് മാത്രമേ ഇപ്പം ഇങ്ങനത്തെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളൂ. അതും ഒരു രസമല്ലേ, ഇതൊക്കെ ഇങ്ങനെ കാണുന്നതില്ലേ. നമ്മൾ റോഡിലൂടെ ബൈക്കിലോ കാറിലോ പോകുമ്പോൾ ഇതൊന്നും ഈ ഒരു ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. ഈ ഒരു ഹൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കോഴിക്കോട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നില്ലേ. കുറേ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്ന തന്നെ ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്.
ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കോഴിക്കോട് ബീച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുകയും നടക്കാനും ഒക്കെ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ ഈ ഒരു ജംഗ്ഷൻ മുതലാണ്. അതുപോലെ ഇതാണ് ബീച്ചിലായിട്ടുള്ള പാരഗണിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ മറ്റേതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ആണോ അല്ല ഒരു ചായ സെറ്റപ്പ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ കയറിയിട്ടില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അവിടെ എല്ലാ ഫുഡും കിട്ടുമെന്ന്. അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്റ്റാർബക്സ് ഉണ്ട്. ഇവിടെയാണ് കോഴിക്കോട് ബീച്ചിൽ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറയുന്നത്. ആളുകൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുകയും ശില്പങ്ങളും നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പണ്ട് നമ്മുടെ ബീച്ചിൽ ഇഷ്ടം പോലെ ഉപ്പിലിട്ട ഉന്തുവണ്ടികളൊക്കെ കാണാറില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ? അപ്പം നിങ്ങൾ വിചാരിക്കും അതൊക്കെ എവിടെ പോയി എന്ന്. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ അതിനൊരു മാറ്റം വരുത്തിയതാണ്. ബീച്ച് മുഴുവനായിട്ട് അവ ഇങ്ങനെ നിർത്തിയിടുന്നതുകൊണ്ട് ആളുകൾക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വണ്ടികളെയൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തോട്ട് കോഴിക്കോട് കോർപ്പറേഷൻ മാറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് കോർപ്പറേഷൻ തന്നെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി നിശ്ചിത വാടക നിശ്ചയിച്ച് ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ നിരത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ഇപ്പം അതൊക്കെ പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് ബീച്ചിൽ ഇറക്കി വെക്കുകയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. നമ്മൾ ബീച്ച് നിറച്ച് അതുപോലെയുള്ള ചെറിയ ചെറിയ ഉന്തുവണ്ടികൾ കാണാറുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറ്റി ഇതേപോലെയുള്ള സെറ്റപ്പുകളാക്കിയിട്ടുണ്ട്. ഇതാ കുറച്ചുകൂടി നല്ലത്. ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഇതായി ബീച്ചിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. നല്ല രസമാണ്. ഒരിക്കലും നിങ്ങൾ കോഴിക്കോട് വരുമ്പം ബീച്ചൊക്കെ കണ്ടിട്ട് പോകണം. എന്തായാലും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകണം. ഇതാണ് കോഴിക്കോട് ബീച്ചിലെ പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത്. ബീച്ചിൽ എന്ത് പ്രോഗ്രാം നടന്നാലും അതിൻ്റെ വേദിയാണിത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ വന്ന് സംസാരിച്ചത് ഇവിടെയാണ്. അതുപോലെ ബീച്ചിനോട് തൊട്ടടുത്തായിട്ട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ പാർക്ക് പോലെയുള്ള സെറ്റപ്പാണിത്. ഇത് കോഴിക്കോട് ബീച്ചിലായിട്ടുള്ള പയ്യോളി ചിക്കൻ്റെ ഒരു സ്റ്റാളാണ്. ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് അറിയില്ല, ബിനീഷ് കൊടിയേരിയുടേതാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ കോഴിക്കോട് ബീച്ചിൽ ആ അറ്റം മുതൽ ഇങ്ങോട്ട് ഫുഡ് സ്പോട്ടുകളാണെന്ന് കണ്ടോ? ഇത് നിരന്ന് ഫുഡ് സ്പോട്ടുകളാണ്. നിങ്ങൾക്ക് കൂളായിട്ടുള്ളത് വേണോ, ഹോട്ടായിട്ടുള്ളത് വേണോ, എന്ത് വേണമെങ്കിലും ഈ ഏരിയയിലുണ്ട്. അപ്പം നിങ്ങളുടെ ഗുണം എന്താ വെച്ചാൽ ഇവിടെ വന്നാൽ ഒന്നല്ലെങ്കിൽ വേറെ ഒന്നെന്നുള്ള രീതിയിൽ റെസ്റ്റോറൻറ്റുകളിലുണ്ട് സെലക്ട് ചെയ്ത് എല്ലായിടെയും കയറാൻ പറ്റും. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഫലൂദയുടെ പ്രധാനപ്പെട്ട റെസ്റ്റോറൻ്റാണ്. അവരുടെ ഹെഡ് ഓഫീസ് പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. നമ്മുടെ ബസ്സിലെല്ലാവരും ഭയങ്കര ആക്റ്റീവ് മൂഡിലോട്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു ബീച്ചിലൂടെയുള്ള ഭംഗിയാണ് വേറെ തന്നെ രസം എന്ന് പറയുന്നത്. ആ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, നല്ല കാറ്റാണ്, നല്ല രസമായിട്ടുള്ളൊരു യാത്രയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു നോർമലി ഒരു ബസ്സിൽ എന്താണ് കാണാനുണ്ടാവുക എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ അതിനേക്കാളും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നൊരു ട്രിപ്പായിട്ടുണ്ട് ഇത്. അങ്ങനെതാ 1.25 മണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ നമ്മുടെ ആരംഭിച്ച അതേ സ്ഥലത്തോട്ട് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 മണിക്ക് പോകേണ്ടവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി. 20 മിനിറ്റ് നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ബസ് എടുക്കാനൊന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകേണ്ടവരാണ് അവിടെ താഴെ ഉള്ളത്. ഈ ഒരു ബസ്സിന്റെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ വന്നതാണ്. നിങ്ങൾക്കിതാ എൻ്റെ ഇടത്ത് ഭാഗത്ത് കാണാൻ പറ്റും നമ്മളെ KSRTC സ്റ്റാൻഡാണ്. ഇന്നത്തെ യാത്ര അടിപൊളിയായിട്ടൊരു യാത്രയായിരുന്നു. പക്ഷെ നമ്മൾ ടൈം കുറച്ച് ലേറ്റായി തിരിച്ചിങ്ങോട്ട് എത്താൻ. എന്തായാലും സൂപ്പറാണ്. ഇനിയിപ്പം വെക്കേഷനൊക്കെ വരാൻ പോവാ. നിങ്ങൾക്ക് വൈകുന്നേരം 4:30 തൊട്ടാണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം വന്ന് കോഴിക്കോട് മുഴുവൻ ഈ ഒരു ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾ വന്ന് ഇതിൽ യാത്ര ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ പറയണേ. അപ്പോൾ നമുക്കിനി പുറത്തോട്ട് പോകാം. അടുത്ത ടീം പോകാൻ വേണ്ടി ഇതാ വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കുക. ഇവിടുന്ന് നേരെ താഴോട്ട് പോവാം. ഇതായിരുന്നു നമ്മുടെ ഡ്രൈവർ കേട്ടോ. ചേട്ടൻ്റെ പേരെന്താ? സംഗീത്. എവിടെയാ സ്ഥലം? എവിടെയാ? മാവൂർ തന്നെ അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അല്ലേ, ഒരുപാട് ആളുകൾ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നല്ലേ? ഇനിയിപ്പോ വെക്കേഷൻ ആണ്. ആണല്ലേ? ഉഷാർ തന്നെ, അടിപൊളി. ഓക്കെ, ഇപ്പൊ അടുത്ത ട്രിപ്പിന് പോകേണ്ടവരാട്ടോ അവരൊക്കെ. ബസ്സിൽ അവിടെ കിടക്കുന്നുണ്ട്.
ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള യാത്രയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.